ഇന്ന് ഞാൻ 4 മണി സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പത്തിനകത്ത് നമ്മൾ സാധാരണ ഉണ്ണിയപ്പം പോലെ തന്നെ അരിപ്പൊടി, പക്ഷേ ഞാൻ അതിനകത്ത് ഒരു പീസ് ബ്രെഡ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു നല്ല സ്മൂത്ത്നെസ് കിട്ടും. പിന്നെ ശർക്കര, ഏലക്ക, ഒരു ചെറുപഴം, അതാണ് വേണ്ടത്. ഇത്രയും സാധനങ്ങളാണ് ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത്. 1 കപ്പ് അരിപ്പൊടി പാത്രത്തിൽ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഏലക്കായും ബ്രെഡും കൂടെ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ അതിനകത്ത് ശകലം അരിപ്പൊടിയും കൂടി ഇട്ട് പൊടിക്കാമെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇനി പൊടിഞ്ഞ് കിട്ടും. ഏലക്കായുടെ തോലും അങ്ങ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഇതിനകത്ത് ആഡപ്പ് ചെയ്യാം. പിന്നെ പഴം ഞെരടി ചേർക്കുക. ശർക്കര ഉരുക്കിയെടുക്കുക. നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു ബൗളിനകത്തേക്ക് തന്നെ പഴം ഇട്ടു. പഴത്തിൻ്റെ കൂടെ നമ്മൾ ശർക്കരയും കൂടെ ഒഴിക്കുക. ശർക്കര ഉരുക്കിയ വെള്ളം കൂടി ഉരുക്കി അരിച്ചതിന് ശേഷം മാത്രമേ ഒഴിക്കാവൂ. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ശർക്കരയ്ക്കകത്തൊക്കെ ഇഷ്ടംപോലെ അഴുക്കുള്ളതായിരിക്കും. അപ്പോൾ നമ്മളതൊന്ന് ഉരുക്കി അരിച്ചെടുത്ത് അതും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. സാധാരണ നമ്മൾ ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഇത് രണ്ടും കൂടി കുഴച്ചെടുക്കുക. പഴം നല്ലവണ്ണം ഞെരടി വരണം. അതുകൊണ്ട് ആദ്യം ഇത്തിരി കട്ടിക്ക് കുഴച്ചിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്താൽ മതി. അപ്പം കറക്റ്റായിട്ട് തന്നെ വരും. ഏകദേശം ദോശയേക്കാളി കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഉണ്ണിയപ്പത്തിനല്ല, നമുക്ക് കോരി ഒഴിക്കുമ്പോൾ ഇതായി വരണം. നമുക്ക് ഇതിനകത്ത് സോഡാപ്പൊടിയും ഒന്നും ഇടേണ്ട കാര്യമില്ല. കാരണം നമ്മളൊരു ബ്രെഡ് ചേർത്തിട്ടുണ്ട്. അത് കാരണം അതിനകത്ത് ആ ഒരു എഫക്റ്റ് ആ ബ്രെഡ് വഴി കിട്ടും നമുക്ക്. ഞാനിത് കുഴച്ചിട്ട് ഇതാണ് നമ്മുടെ തയ്യാറാക്കിയ ബാറ്റർ. ഇച്ചിരി കൂടി ഒരു ദോശക്കാളി ഒരു ശക്കലം കൂടി കട്ടിയായിട്ട് അതിൻ്റെ ആവശ്യമേ. ഇനി നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പേ വെക്കുക. അതിനകത്ത് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇത് കോരി ഒഴിക്കുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം എണ്ണ മൂക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം കോരി ഒഴിക്കാൻ, അല്ലെങ്കിൽ അടിയിൽ നിന്ന് ഇളകാൻ ഇത്തിരി പാടായിരിക്കും. ഇതാകുമ്പം നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ മറിഞ്ഞ് വീണോളും. തിരിച്ച് നമുക്ക് ഇളക്കിയെടുക്കാനും എളുപ്പമായിരിക്കും. നമ്മുടെ എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറേശ്ശെ കോരി ഒഴിക്കുകയാണ്. എനിക്ക് പൊങ്കാല കഴിഞ്ഞപ്പോൾ 1-2 തവി കിട്ടി, നല്ല ചിരട്ടത്തവി കിട്ടി. അപ്പോൾ അതെന്തിനു ഉപയോഗിക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഉപകാരമാവുമല്ലോ എന്ന് മനസ്സിലായത്. ഇതാണ് നമ്മൾ കോരി ഒഴിച്ചു. ഇനി നമ്മൾ മൂക്കുന്നിടം വരെ കാത്തു നിൽക്കുക. ഒരു ചെറിയ ചുവപ്പ് നിറമായി കഴിയുമ്പോൾ നമ്മളതിനെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം ആ വശവും നല്ലവണ്ണം മൂത്ത് കിട്ടും. നല്ലവണ്ണം മൂത്തതിന് ശേഷം മാത്രം സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഉണ്ണിയപ്പം കോരി ഒഴിക്കുമ്പോൾ തന്നെ ഇളകി വരും. നമുക്ക് തിരിച്ചിടാൻ പറ്റും. അല്ലാതെ അതിൽ വേറെ അടിപ്പിടുത്തമോ ഒന്നുമില്ല. അത്ര നല്ല മാവാണ് ഇത്. ഒരു ബ്രെഡിൻ്റെ ഒരു പീസ് നമ്മൾ ചേർത്താൽ മതി. നമുക്ക് പിന്നെ യാതൊന്നും ടെൻഷൻ വേണ്ട. ഇത് തന്നെ ഞൂരി വരും. ഇതാണ് നമ്മളുടെ തയ്യാറായ ഉണ്ണിയപ്പം. എല്ലാം നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായി വന്നിട്ടുണ്ട്. ഓക്കെ.